ഹായ്, കുഞ്ഞോനാണേ. അപ്പോൾ നമ്മളിന്ന് മടവൂർ സി എം മക്കാമിൽ ഒന്ന് പോവാണ്. അതേപോലെ കൊടുവള്ളി എൻ്റെ ഒരു പെങ്ങളും ഒരു അനിയനുണ്ട്, അവിടെ ഒന്ന് പോകണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പോവാം. ചായ കുടിച്ചിട്ടില്ല, ഞങ്ങൾ ഹോട്ടലിൽ കയറിയിട്ട് ചായ കുടിച്ച് നേരെ വിടും മടവൂർ സി എം മക്കാം. അപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 26 അങ്ങാടിയിൽ നേരെ അൽബേക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ഹോട്ടലുണ്ട്, അൽബേക്ക് ഹോട്ടൽ. അപ്പോൾ ഫേമസ് ബേക്കറിൻ്റെ തൊട്ടടുത്തായിട്ട്. അപ്പോൾ അവിടേക്ക് കയറുകയാണ്. ബാക്കി കാഴ്ച നമ്മൾ ചായ കുടിച്ചിട്ട് കാണാം. അപ്പോൾ ഇവർ വന്ന് ഓർഡറൊക്കെ എടുത്ത് പോയിട്ടുണ്ട്. വെയിറ്റിങ്ങിലാണ്. പൊറോട്ടയും അയിലക്കറിയുമാണ് നമ്മൾ ഓർഡർ ചെയ്ത്. സംഗതി ഇപ്പോൾ വരും. അപ്പോളേ നമ്മളെ പൊറാട്ടയും അയിലക്കറിയും വന്നിട്ടുണ്ട്. അയിലൊക്കെ എടുക്കുന്ന കിടപ്പ് കണ്ട കടലിൽ കൂടി തുള്ളിച്ചാടി നടന്ന മീനാ. ഇപ്പം കണ്ടില്ലേ കിടക്കുന്ന കിടപ്പ്. നല്ല ഞെരിഞ്ഞ മുരിഞ്ഞ പൊറാട്ട. അവയെ കഴിച്ചോ, നല്ല ചൂടുള്ള പൊറാട്ട. ഇപ്പം നമ്മൾ ചായയൊക്കെ കുടിച്ച് മെല്ലെ ഇറങ്ങി നല്ല യാത്ര തുടരുകയാണ്. പോവാ. അങ്ങനെ അൽബേക്കർ ഹോട്ടലിൽ ചായയും കുടിച്ച് ഞങ്ങൾ നേരെ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. മടവൂർ സി എം മക്കാം ലക്ഷ്യമാക്കി. ഇരുപത്താറ് അങ്ങാടിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുകയാണ്. കാലാവസ്ഥ നമുക്ക് അനുകൂലമാണ്, കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ പയൽമ്പാശ്ശേരി കഴിഞ്ഞ് മടവൂർ സി എം മക്കാമിലേക്ക് പോകുന്ന റോഡിന് കയറിയിട്ടുണ്ട്. പഴയ ഓർമ്മകൾ ഇങ്ങനെ വരുന്നുണ്ട്. ഞാൻ എൻ്റെ സ്കൂൾ കാലഘട്ടത്തിൽ മടവൂർ സി എം മക്കാമിലാണ് പഠിച്ചതൊക്കെ. ഈ വയലുകളൊക്കെ എനിക്ക് ഓർമ്മയിൽ വരുന്നുണ്ട്. ഒരുപാട് മീനൊക്കെ, ചെറിയ പരൽ മീനൊക്കെ പിടിച്ച് നടന്ന വയലുകളാണ്. ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉള്ളൂ, എന്നാലും ചിലതൊക്കെ അങ്ങനെ തന്നെ ഇപ്പോഴും അവിടെ നിലനിൽപ്പുണ്ട്. അങ്ങനെ നമ്മൾ മടവൂർ സി എം മക്കാം കവാടത്തിൻ്റെ അടുത്തൊക്കെ എത്തിയിട്ടുണ്ട്. ഇതാണ് മടവൂർ സി എം മക്കാം ഷെരീഫിൻ്റെ കവാടം. ഇത് പണ്ട് ഞാനൊക്കെ അവിടെ പഠിക്കുന്ന കാലത്ത് ഇത് അവിടുത്തെ നമ്മളെ കളിക്കുന്ന ഗ്രൗണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ വണ്ടി പാർക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ ഞാൻ വണ്ടി അവിടെ പാർക്ക് ചെയ്തു. നല്ല തിരക്കാണ് ഇന്ന്, നല്ല തിരക്കുള്ള ദിവസമാണ്. ഈ കാണുന്നതാണ് മടവൂർ സി എം മക്കാം ഷെരീഫ്. ഞങ്ങൾ കളിച്ചിരുന്ന ഗ്രൗണ്ട് ഇപ്പോൾ ഫുള്ള് പാർക്കിങ്ങും കൗണ്ടർ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ സിയാറത്തൊക്കെ കഴിഞ്ഞു. നേരെ അവിടെ നമ്മൾ പണ്ട് നടന്ന സ്ഥലങ്ങളും അങ്ങാടി, മടവൂർ സി എം മക്കാം അങ്ങാടി മൊത്തം ഒന്ന് ചുറ്റിക്കറങ്ങി റൗണ്ടടിച്ചു. പണ്ട് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ അവിടെ ഉണ്ടോ എന്നൊക്കെ ഒന്ന് പോയി നോക്കി. ചില ആൾക്കാരൊക്കെ അവിടെ തന്നെ ഇപ്പോഴും കച്ചവടവും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ചില ആൾക്കാരൊക്കെ അവിടെ ഇല്ല, പല സ്ഥലങ്ങളിലായിട്ട് മാറിപ്പോയിട്ടുണ്ട്.
ഇവിടെ നിന്നൊക്കെ ആയിരുന്നു നമ്മൾ പണ്ട് നാട്ടിൽ പോകാൻ സമയമാകുമ്പോൾ തബറുക്ക് മിഠായിയും അതേപോലത്തെ പല കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങിച്ച് നാട്ടിൽ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് വണ്ടിയെടുത്തു നേരെ തിരിച്ചു പോരാനുള്ള പരിപാടിയിലാണ്. അങ്ങനെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങൾ അവിടുന്ന് തിരിച്ചു പോന്നു. അങ്ങനെ നമ്മളെ കവാടം വഴി ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. വീണ്ടും നമ്മളെ നേരത്തെ കണ്ട വയലുകൾ എത്തിയിട്ടുണ്ട്. എന്താണെന്നറിയില്ല, അവിടെ എത്തുമ്പോൾ മനസ്സിന് വല്ലാതൊരു സന്തോഷമാണ്. കാരണം ഒരുപാട് ഓർമ്മകൾ എനിക്ക് തരുന്നുണ്ട് ഈ വയലുകൾ. നമ്മളെ സ്ഥാപനത്തിലുള്ള സ്റ്റാഫുകളൊന്നും അറിയാതെ ഇവിടെ വന്നിട്ട് നമ്മൾ മീൻ പിടിക്കുകയും കളിക്കുകയൊക്കെ ചെയ്തിരുന്ന ഒരു കാലം ഓർമ്മയിൽ വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ പോന്ന് കുറച്ചിങ്ങോട്ട് എത്തിയപ്പോൾ എനിക്ക് തോന്നി ഒരു നാരങ്ങ സോഡ കുടിക്കണമെന്ന്. അങ്ങനെ നാരങ്ങ സോഡ ഒക്കെ കുടിച്ച് തിരിച്ച് ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി. കുറച്ചങ്ങോട്ട് എത്തിയപ്പോൾ നേരത്തെ വയലിൽ നമ്മൾ പണ്ട് ചെറുപ്പത്തിൽ മീൻ പിടിച്ചതൊക്കെ ഓർമ്മ വന്ന പോലെ 2 പിള്ളേരുണ്ട് അവിടുന്ന് മീൻ പിടിക്കുന്നു തോട്ടിൽ. അപ്പോൾ വണ്ടി ഒന്ന് സൈഡാക്കി അവനോട് വിശേഷങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ അവൻ്റെ കൂട്ടുകാരന് വീഡിയോ എടുക്കുന്നത് കണ്ട് ഓടി രക്ഷപ്പെട്ടു. അവന് നല്ല ഉഷാറായിട്ട് അവിടെ തന്നെ നിന്നു. അവന് കുറച്ച് മീനൊക്കെ കിട്ടിയിട്ടുണ്ട്. പരൽ മീനാണ്, എന്നാലും കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട് ആശാന്. അങ്ങനെ അവനോട് ടാറ്റയും പറഞ്ഞു ഞങ്ങൾ നേരെ അവിടെ നിന്ന് പോന്നു. അപ്പോൾ ഇന്ന് നമ്മളെ യാത്ര കഴിഞ്ഞു. നമ്മൾ തിരിച്ച് നമ്മളെ വീട്ടിലെത്തിയിട്ടുണ്ട്. യാത്രകളൊക്കെ കഴിഞ്ഞു. അപ്പോൾ പോകേണ്ട സ്ഥലത്തൊക്കെ പോയി തിരിച്ച് വന്ന് നമ്മളെ കൊട്ടാരത്തിലെത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് അടിക്കുക. മറ്റൊരു വീഡിയോയുമായിട്ട് നാളെ കാണാം. അതുവരെ ടാറ്റ, ബൈ ബൈ.